അപ്പോൾ 6ാം ക്ലാസ് തുടങ്ങി തന്നെ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഈ അടൽ ഇന്നോവേഷൻ മിഷൻ എന്നെ റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് അവിടേക്ക് ഡൽഹിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഒരു ഹൈറ്റി പോലെ ഒരു ഈവൻറ്റിനും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം വളരെ സിമ്പിൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ തുടങ്ങി എംബഡഡ് സിസ്റ്റംസ്, പിന്നെ വെബ് ആപ്ലിക്കേഷൻസ്, പിന്നെ അതുകൂടാതെ ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ ബേസ്ഡ് ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ നിന്ന് പഠിക്കണേ, പിന്നെ പയ്യെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിങ്ങിലോട്ട് പോയി. വലുതാകുമ്പോൾ ഒരു AI എഞ്ചിനീയർ, ഒരു സോഫ്റ്റ്വെയർ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. നമസ്കാരം. കുട്ടി സംരംഭകന് രാഷ്ട്രപതിയുടെ ആദരം. രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ച് കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒരു കൊച്ചു സംരംഭകൻ. മഞ്ഞുവൽ സ്വദേശിയായ മാധവ് M. നായർക്കാണ് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ മാധവിൻ്റെ ടെക്നോളജി പരീക്ഷണങ്ങളാണ് ഇന്ന് രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. സാങ്കേതികവിദ്യയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന 11ാം ക്ലാസ്സുകാരൻ മാധവ് ഇനി രാഷ്ട്രപതിയുടെ അതിഥി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായി മാധവ് വികസിപ്പിച്ചെടുത്ത പ്രോജക്റ്റുകളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. കടവന്ത്ര PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ മാധവ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റുമിനിയം ആൽഫ എന്ന പേരിൽ സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ സംരംഭം ആരംഭിക്കുന്നത്. ഞാൻ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എറണാകുളം കടവന്ത്ര 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ് തുടങ്ങി തന്നെ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ അടിയിൽ വന്ന കുറേ പ്രോഗ്രാംസിന് വേണ്ടി ഇതേപോലെ കുറേ പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ടായി. അപ്പോൾ ഈ കുറേ വേരിയസ് തീംസിലുള്ള കുറേ പ്രൊജക്ട്സുകൾ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കളക്റ്റീവ്ലി എൻ്റെ ടെക്നിക്കൽ സ്കിൽസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ അടൽ ഇന്നോവേഷൻ മിഷൻ എന്നെ റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് അവിടേക്ക് ഡൽഹിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഒരു ഹൈറ്റി പോലെ ഒരു ഈവൻറ്റിനും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയണത് ഡിസംബർ ജാനുവരി ആ സമയമായപ്പോൾ ഒരു ഇമെയിൽ പോലെ വന്നു. പിന്നെ ഈ ജാനുവരി ഒരാഴ്ച മുമ്പ് ഒരു ഇൻവിറ്റേഷൻ പോലെ പോസ്റ്റൽ സർവീസ് വഴി അയച്ചിരുന്നു. അപ്പോൾ ഇവിടെ പോസ്റ്റ്മാനും ASPയും കൂടെ വന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലത്തെ സാധനത്തിൻ്റെ അകത്ത് ഇൻവിറ്റേഷൻ അവർ തന്നു. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇതിലേക്ക് വന്നത്? ഞാൻ 6th സ്റ്റാൻഡേർഡ് തുടങ്ങി തന്നെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ഉണ്ടായി. അപ്പോൾ കോവിഡ് സമയത്ത് കുറേ ഫ്രീ ടൈം ഉണ്ടായി. അപ്പോൾ ആ സമയം ഇതേപോലെ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കണേ, ബ്ലോക്സ് കോഡിങ് അതേപോലെ അതിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. യൂട്യൂബ് ഒക്കെ നിന്ന് പഠിക്കണേ, പിന്നെ പയ്യെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിങ്ങിലോട്ട് പോയി. എനിക്കൊരു മെൻറ്റർ ഉണ്ടായി, ജോജി ജേക്കബ് എന്ന് പറഞ്ഞ സാറാണ് പറഞ്ഞത് ഇതേപോലെ പുതിയ ഹയർ ടെക്നോളജീസിലോട്ട് പോയിട്ട് പുതിയ ആപ്ലിക്കേഷൻസും പ്രൊജക്ട്സുകൾ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങി വന്നത് ഇതിനകത്തോട്ട് പ്രോഗ്രാമിങ്ങിലോട്ട്. AI, IoT, ക്ലൗഡ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഈ കൊച്ചുമിടുക്കൻ വികസിപ്പിച്ച മണ്ണിടിച്ചിൽ മുൻകൂട്ടി അറിയാനുള്ള സ്ലൈഡ് സെൻസ്, മെഡിക്കൽ റെക്കോർഡ്സിനായുള്ള പോക്മെഡ്, കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കണ്ടെത്താനുള്ള പോസ്റ്റ് ട്രാക്ക്, വായു മലിനീകരണത്തിന്റെ മുൻകാല വിവരങ്ങൾ വീഡിയോ രൂപത്തിൽ അറിയാനുള്ള എയർ സ്നിപ്സ്, ആംഗ്യഭാഷാ സഹായിയായ സൈൻ സെൻസ്, സ്കൂൾ കോളേജ് സ്റ്റാർട്ടപ്പ് കോഴ്സുകൾക്കായുള്ള ലേണിംഗ് ആൻഡ് ഇന്നോവേഷൻ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിവയാണ് പ്രധാന സോഫ്റ്റ്വെയറുകൾ. ഫസ്റ്റ് പ്രൊജക്റ്റ് ഞാനെന്ന് പറയുന്നത് കോവിഡ് സമയത്ത് തന്നെയാണ്. ഒരു പോക്മെഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഈ റെക്കോർഡ്സ് എല്ലാം നമുക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിന് ഏകദേശം അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സും ഉണ്ട്, റവന്യൂവും ജനറേറ്റ് ചെയ്യാൻ പറ്റി. അത് ഒറ്റ പ്രൊജക്റ്റ് അല്ല സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ കുറേ പ്രൊജക്ട്സുകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ എല്ലാ ടെക്നോളജീസും അതിൻ്റെ എല്ലാം കൂടെ കേപ്പബിലിറ്റി അവർ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഇത്രയും ടെക്നോളജീസ് അറിയാവുന്ന കൊണ്ട് ഇതെല്ലാം കൂടെ എല്ലാം കൂടെ എടുത്തിട്ടാണ് അവർ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ചെല്ലാൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു ഇൻറ്റേൺഷിപ്പാണ്, സ്റ്റീം ക്യൂബ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവരുടെ നിന്നൊരു ഇൻറ്റേൺഷിപ്പാണ്. ഇപ്പോൾ ജോജിയൊക്കെ സാർ ഞാൻ പറഞ്ഞല്ലോ, അവരാണ് ഈ സ്റ്റീം ക്യൂബിൻ്റെ CEO. അപ്പോൾ
സാറാണ് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ തന്നത്. അവരുടെ പ്ലാറ്റ്ഫോമും അവരുടെ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ തന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രചോദനം മെയിനായിട്ട് നൽകിയത് സാർ തന്നെയാണ്, ജോജി ജേക്കബ് സാറിന്. ആ സാർ തന്നെയാണ് ഇതേപോലെ പുതിയ പുതിയ ടെക്നോളജീസും ആപ്ലിക്കേഷൻസ് പ്രൊജക്ട്സും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സപ്പോർട്ടും അതുപോലെ തന്നത്. ഇനിയും ഇപ്പോൾ ഞാനൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഇത്തിരി അത്യാവശ്യം വലിയ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അഷ്വർ അതേപോലെ വലിയ വലിയ പ്ലാറ്റ്ഫോം വെച്ചാണ് ഈ ഒരു സ്റ്റെം ക്ലാസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യണത്. അതൊരു വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലുതാകുമ്പോൾ ഒരു AI എഞ്ചിനീയർ, ഒരു സോഫ്റ്റ്വെയർ അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് അതൊക്കെ ചെയ്തു. ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ ആപ്പ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആപ്പ് മാറി ഇത്തിരി കൂടെ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും വെബ് ആപ്സിലോട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ അത്രയും ചെയ്യാറില്ല. എക്സൈറ്റ്മെൻറ്റ്, നല്ല എക്സൈറ്റ്മെൻറ്റ്. അവർ നല്ല സപ്പോർട്ട് തന്നിരുന്നു. അത് കൺഗ്രാജുലേഷൻസും അതേപോലെ ഞങ്ങൾക്ക് തന്നിരുന്നു. ടീച്ചർമാരും നല്ല സപ്പോർട്ടാണ്. അതേപോലെ ഞങ്ങളുടെ ഇപ്പോൾ ഡൽഹി പോകുമ്പോൾ സുരേഷ് സാർ എന്ന് പറഞ്ഞൊരു സാർ ATL ഇൻസ്ട്രക്ടർ സാറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു കുട്ടിയും കൂടെ ജേസൺ എന്ന് പറഞ്ഞ് അവനും കൂടെ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് ഡൽഹിയിലോട്ട്. അപ്പോൾ അവന് റിപ്പബ്ലിക് ഡേൻ്റെ പരേഡ് കാണാനുള്ള ഇൻവിറ്റേഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം സപ്പോർട്ട് ചെയ്ത ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും സാർമാർക്കും എല്ലാവർക്കും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു പറയാം. ഞാൻ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡ് സമയത്താണ്. അപ്പോൾ ആ സമയം തന്നെ 5-6 ആപ്ലിക്കേഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വന്ന സമയത്ത്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻസ് വെറുതെ വച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെ ഒരു കമ്പനി പോലെ തുടങ്ങി, റുദീനിയ മൽഫ എന്ന് പറഞ്ഞൊരു കമ്പനി പോലെ തുടങ്ങി. അതിനകത്തോട്ട് ഈ ആപ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പബ്ലിഷ് ചെയ്തു, കസ്റ്റമൈസ് കിട്ടി. പിന്നെ ചില ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് റവന്യൂ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു കമ്പനിയുടെ ഒരു രീതിയിലോട്ട് വന്നത്. പിന്നെയാണ് ഈ പ്രൊജക്ട്സിലോട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ATL ലാബ്, സ്കൂളിൽ ATL ലാബ്, അതേപോലെ AM ഡാഡി വന്ന ഈ പ്രോഗ്രാംസ് ATL മാരത്തോൺ, ATL തിങ്കർപ്രണർ, അതേപോലത്തെ പ്രോഗ്രാംസിൻ്റെ അടിയിലാണ് വേറെ കുറേ പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് കുറേ ടീമായിട്ടും അതേപോലെ സ്കൂളിലിരുന്നുള്ള പ്രൊജക്ട്സും ചെയ്യാൻ തുടങ്ങി. ബാക്കി മുമ്പത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പുതിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ സാധനങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് പ്ലാറ്റ്ഫോമുകൾ വേണം. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉപയോഗിക്കാൻ തന്നെ നല്ല എക്സ്പെൻസാണ്, അതിൽ പബ്ലിഷ് ചെയ്യാൻ എക്സ്പെൻസാണ്. അപ്പോൾ ഇതേപോലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എനിക്ക് ആദ്യം തന്നെ ആ റവന്യൂവിന് തന്നെ കുറേ കിട്ടി. പിന്നെ എൻ്റെ മെൻറ്റർ ജോജി ജേക്കബ് സാറ് ഒരു അഷ്വർ എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റ് അഷ്വർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി തന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പുതിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ അകത്ത് വെബ് സർവീസസും AI അതേപോലത്തെ സാധനങ്ങളൊക്കെ പുതിയത് അതിനകത്ത് യൂസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് തന്നെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് അത്രയും സിമ്പിളായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല, നല്ല എക്സ്പെൻസീവാണ്. അത് നല്ല പ്രൊഫഷണൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് കിട്ടിയതും നല്ല സന്തോഷം. മഞ്ഞുമ്മൽ ശ്രീപദത്തിൽ ഡോക്ടർ അനീഷിൻ്റെയും ജ്യോതിലക്ഷ്മിയുടെയും മകനാണ് മാധവ്. റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കുന്നതിനൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക സൽക്കാരത്തിലും മാധവ് പങ്കെടുക്കും. കേരളത്തിലെ യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ് മാധവിൻ്റെ ഈ നേട്ടം. മകന് ലഭിച്ച നേട്ടത്തിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ഡോക്ടർ B അനീഷ് പറഞ്ഞു. ഞാനൊരു R&D കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നേരത്തെ ഞാനൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ തന്നെയായിരുന്നു, ഒരു മൾട്ടിനാഷണലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു R&D ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻ്റാണ്. മോന് സോഫ്റ്റ്വെയറിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ ആയിരുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് നേരം ഗെയിംസ് കളിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ കളിക്കും. പക്ഷേ ഒരു ടൈം എത്തുമ്പോൾ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. ആ സമയത്താണ് എന്തുകൊണ്ട് കോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊരു ആലോചന വന്നത്. അപ്പോൾ മാധവ് തന്നെയാണ് അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്ലോക്സ് കോഡിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കായിരുന്നു യൂസ് ചെയ്തത്. അത് നമുക്ക് സ്ക്രിപ്റ്റുകളൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ യൂണിറ്റുകൾ കണക്ട് ചെയ്ത് നമുക്കൊരു ലോജിക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഈസി ആയിട്ടൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ സിമ്പിൾ ആപ്ലിക്കേഷൻസ് അല്ല ഗെയിമുകളായിട്ടാണ് തുടങ്ങിയത്.
അത് കഴിഞ്ഞിട്ട് മാധവനൊരു മെൻറ്ററെ കിട്ടി. അതൊരു വലിയ ഭാഗ്യമാണ്. ജോജി ജേക്കബ് എന്ന് പറഞ്ഞ സാറാണ് മാധവൻ്റെ മെൻറ്റർ അന്നും ഇന്നും. അദ്ദേഹമാണ് മാധവനെ ശരിക്കും കൈപിടിച്ച് ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മാധവനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. മാധവ ചലഞ്ചുകൾ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ആദ്യം വളരെ സിമ്പിൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ തുടങ്ങി എംബഡഡ് സിസ്റ്റംസ്, പിന്നെ വെബ് ആപ്ലിക്കേഷൻസ്, പിന്നെ അതുകൂടാതെ ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ ബേസ്ഡ് ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും നല്ലൊരു അഡ്വാൻസ് ടെക്നിക്കൽ സ്കിൽസ് മാധവൻ ഇപ്പോൾ ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തൊരു പ്രൂവൺ കേപ്പബിലിറ്റീസിനെ ബേസ് ചെയ്ത് മാധവൻ ഒരു സ്റ്റുഡൻറ്റ്പ്രന്യൂർ 5 സ്റ്റാർ എന്ന് പറഞ്ഞൊരു റേറ്റിംഗ് ഈ സ്റ്റീം ക്യൂബ് കൊടുക്കുന്നുണ്ട്. ഹയസ്റ്റ് റേറ്റിംഗ് ആണ്. അതൊരു 5 സ്റ്റേജ് പ്രോസസ്സാണ്. അതിൻ്റെ 5th സ്റ്റേജിലാണ് മാധവ് ഇപ്പോൾ. അതിനെ ബേസ് ചെയ്താണ് മാധവനൊരു ഇൻറ്റേൺഷിപ്പ് അവർ കൊടുത്തിരിക്കുന്നത്. സ്റ്റീം ക്യൂബിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ മാനേജ്മെൻറ്റ് ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും അത് സ്കൂളുകൾക്കും കോളേജുകൾക്കും അതേപോലെ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ അവരുടെ ലേണിംഗ് മാനേജ്മെൻറ്റ് പ്രോസസ് ചെയ്യാനും പിന്നെ അവരുടെ ഇന്നോവേഷൻ, അവരുടെ പ്രൊഡക്റ്റിന് ഐഡിയയിൽ നിന്ന് എൻ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന ഒരു ജേർണി അത് കംപ്ലീറ്റ് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്കം അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ട് അതെങ്ങനെ മോണിറ്റർ ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി ആ പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വരെ എത്തി നിൽക്കുകയാണ് മാധവിൻ്റെ ഈ പ്രോസസ്സ്. തീർച്ചയായും ഇതിന് നന്ദി പറയേണ്ടത് വളരെയധികം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് ഇത് തന്നെയാണ്. പ്രത്യേകിച്ചും ജോജി ജേക്കബ്, പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, അവരാണ് മാധവന് വളരെയധികം പ്രചോദനം കൊടുത്തിട്ടുണ്ട്. അപ്പം സുരേഷ് സാർ എന്ന് പറയുന്നത് അവിടെ ATL ഇൻചാർജാണ്. സുനിൽ സാർ പ്രിൻസിപ്പൽ സാറ്, വളരെയധികം ടീച്ചേഴ്സ്, അവരുടെ ടീച്ചേഴ്സ് എല്ലാം എന്ന് വെച്ചാൽ ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് എന്താ പറയുന്നത്, അവരുടെ കരിക്കുലത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. പിന്നെ നാട്ടുകാരായ വളരെ സുഹൃത്തുക്കളുണ്ട്. അവരും എപ്പോഴും അതിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ എല്ലാവരുടെയും കൂടെ ഒരു എന്താ പറയുന്ന എല്ലാവരുടെയും ഒരു മോട്ടിവേഷനും പ്രാർത്ഥനയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഔട്ട്കം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷമായിട്ട്, വളരെ സന്തോഷം. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുക വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്നൊരു അവസരമാണ്. അത് ഈ ഒരു പ്രായത്തിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം, വളരെ എക്സൈറ്റഡ് ആണ്. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ വലിയ വിജയങ്ങൾ നേടാനാകുമെന്ന് മാധവ് തെളിയിക്കുന്നു. മഞ്ഞുമലിൽ നിന്നും രാഷ്ട്രപതി ഭവനിലേക്കുള്ള മാധവിന്റെ ഈ യാത്രയ്ക്ക് നമുക്ക് ആശംസകൾ നേരാം. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.